ഇന്ന് കർക്കിടക ചാലഞ്ച് ഒരു ദിവസം ഒരില കോവലില ചമ്മന്തിയാണ്. നല്ല ഫ്രഷ് കോവലില പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിലിട്ടൊന്ന് ഒലുമ്പിയെടുത്ത് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. നാളികേരം ചിരകിയത് ഒരു വലിയ കപ്പ്, ഒരു തക്കാളി അരിഞ്ഞത്, ചെറിയ ഉള്ളി ഒരു 15 എണ്ണം, വെളുത്തുള്ളി ഒരു 5 അല്ലി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, നെല്ലിക്ക വലുപ്പത്തിൽ പുളി, 2 ഉണക്കമുളക്, കുറച്ച് കാന്താരി മുളക്, 1.5 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 സ്പൂൺ വെള്ള, പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും. ഇല ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം. കോവൽ ഇല പ്രോട്ടീൻ, നാരുകൾ, കാർബോഹൈഡ്രേറ്റ് എന്നിവയുടെ നല്ല ഉറവിടമാണ്. 2-3 കോവയ്ക്കയും കൂടി അതിലുണ്ട് അരിഞ്ഞു ചേർക്കാം. ഇനി ഒരു പാൻ വെച്ച് ഉണക്കമുളകും എള്ളും ഉഴുന്നുപരിപ്പും കൂടി ഒന്ന് പതുക്കെ വറുത്തെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ പാൻ തന്നെ വെച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും തക്കാളിയും ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് പിന്നെ നമ്മുടെ കാന്താരി ഇല്ലാതെ എന്ത് ചമ്മന്തി, കോവലില ഇതിലേക്കിടാം. കോവക്കയും കൂടിക്കട്ടെ. കോവലില ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ വേവിക്കേണ്ടതില്ല. ഇല അല്പം ഒന്ന് വാടിയാൽ മൃദുവാകുകയും അപ്പോൾ അരക്കാൻ എളുപ്പമാവുകയും ചെയ്യും. വഴറ്റുന്നത് കൊണ്ട് ഇലയിലെ ചില പോഷകങ്ങളെ ശരീരത്തിന് എളുപ്പത്തിൽ ലഭ്യമാക്കാനും സഹായിക്കും. ഇതിലേക്ക് വേണ്ട കല്ലുപ്പ് കൂടി അങ്ങോട്ട് ഇടാം. കറിവേപ്പില ഇടാം. ഇനി ഇതൊന്ന് പതുക്കെ വഴലുന്നുണ്ട്. ചുരുങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇത്തിരി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അത് പാകത്തിനായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇത്ര വാടിയാൽ മതി. ഇനി ഇത് വാങ്ങി വെക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അമ്മയും കുട്ടിയും കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. ആദ്യം വറുത്ത് വെച്ച ഉഴുന്നുപരിപ്പും മുളകും എല്ലാം കൂടി ഇടാം. ഇതിങ്ങനെ അരക്കുമ്പോൾ ഞാൻ ഓർക്കായിരുന്നു, നമ്മളമ്മമാരൊക്കെ മുളക്, മല്ലി, മഞ്ഞൾ എല്ലാം അങ്ങനെ അരക്കായിരുന്നില്ലേ. എത്ര പ്രയാസപ്പെട്ടായിരിക്കും അവർ ഇതെല്ലാം അരച്ചിട്ടുണ്ടാവുക. മുളക് അരക്കുമ്പോൾ പാളുണ്ടാകും. പാള കൊണ്ട് ഇങ്ങനെ വടിച്ചെടുക്കും. കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ അരക്കുന്നവർക്കല്ലേ കയ്യിൻ്റെ എരിവ് അറിയും. പിന്നെ കാണാൻ അവർ വെളിച്ചെണ്ണ പുരട്ടണം കയ്യിൻ്റെ പുകച്ചിൽ മാറാനേ. ഇന്നിപ്പോൾ മിക്സിയിലിടാം. പക്ഷേ അന്നുണ്ടാക്കുന്ന ആ ചമ്മന്തിയുടെയും കറിയുടെയും കൂട്ടാനിൻ്റെയൊക്കെ രുചി ഉണ്ടല്ലോ, ഇന്നും നമ്മുടെ വായിൽ നിന്നും പോയിട്ടില്ല. ഇതിപ്പോൾ കുറച്ച് തരിയായി പൊടിഞ്ഞിട്ടുണ്ട്. ഇത്ര പൊടിഞ്ഞാൽ മതി. എന്നാലേ വായിലൊരു തരിപ്പൊക്കെ ഉണ്ടാവും. വാട്ടി വെച്ച ഇലക്കൂട്ടിട്ട് നന്നായി അരയ്ക്കാം. അരയ്ക്കുമ്പോൾ കൈകൊണ്ട് ഒന്നിങ്ങനെ തട്ടി കൊടുക്കുകയും ചെയ്യാം. ഇനി കുറച്ച് ഉപ്പ് കൂടി കൂട്ടി അരക്കാം. ഉപ്പ് കൂട്ടി അരച്ചാലേ ഇല അരക്കുമ്പോൾ പച്ചച്ചുവ ഇല്ലാതിരിക്കും. ഇനി നാളികേരവും പുളിയും കൂട്ടി അരക്കാം. ഇത്രയും പോഷകങ്ങളും ഗുണങ്ങളുമാണ് കർക്കിടകത്തിൽ കോവൽ ഇലയെ പ്രത്യേകം ഉപയോഗിക്കാൻ കാരണം. ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ അറിയാറില്ല. ഇനി നമുക്ക് ഗുണങ്ങൾ അറിഞ്ഞ് തന്നെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അതാ നമ്മുടെ കോവയിലെ ചമ്മന്തി പാകത്തിന് അരിഞ്ഞിട്ടുണ്ട്. എത്ര അരിഞ്ഞാൽ മതി. ഇനി പതുക്കെ അങ്ങോട്ട് വടിച്ചെടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, വായിൽ നിന്ന് വെള്ളം ഒറ്റാൻ സാധ്യതയുണ്ട്. അത് കടിച്ച് പിടിക്കുക. ഇനി ഇത് പതുക്കെ ഒന്ന് ഉരുട്ടി തന്നെ എടുക്കണം. ഇതാ ഉരുട്ടി ഒരു പാത്രത്തിലേക്ക് എടുത്തു. ഇനി ഈ അമ്മി കൊണ്ടൊരു പണിയുണ്ട്. പണ്ടത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ ആ അമ്മിയിൽ ഇത്തിരി ചോറങ്ങോട്ടിടും. അങ്ങോട്ട് കുഴയ്ക്കും. അമ്മയിലുള്ള ആ ബാക്കിയുള്ള എല്ലാം അങ്ങോട്ട് വടിച്ചെടുക്കും. എന്നിട്ട് ഓരോ ഉരുളകളായിട്ട് അങ്ങോട്ട് ഉരുട്ടി കഴിച്ചാൽ ആ രുചിയൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അനുഭവിച്ച് തന്നെ സത്യം പറഞ്ഞാണ്ടല്ലോ, ഈ ചമ്മന്തി മാത്രം മതി ചോറിനാൻ. സൂപ്പറാണ്.